Hello my dear students, welcome to Aegon Learning. Aslam sir ആണ്. നമ്മൾ പ്ലസ് 1 ഫിസിക്സിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വേവ്സുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിന് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വേവ്സിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. സോ നമുക്ക് എന്തായാലും എന്താക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, റൈറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഫോർ എ പ്രോഗ്രസീവ് വേവ്. ഒരു പ്രോഗ്രസീവ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻഷിപ്പ് ആണ് നമ്മളോട് എന്താക്കാൻ പറയുന്നത്, എഴുതാൻ പറയുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം, y is equal to x, t എന്നുള്ള രീതിയിൽ എഴുതാം. ദാറ്റ് ഈസ് a sin kx മൈനസ് ഒമേഗ ടി പ്ലസ് 5 എന്നുള്ള രീതിയിൽ നമുക്ക് എന്താക്കാം, ഒരു വേവിന്റെ ഇക്വേഷൻ എഴുതി വെക്കാം. ഓക്കെ, സോ ഇതിൽ a എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ആണ്. ഈ ബ്രാക്കറ്റിനകത്ത് സൈൻ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കോസ്, സൈനും എഴുതും നമ്മൾ, കോസും എഴുതും. ഓക്കെ, സൈൻ ഫംഗ്ഷൻ ആയിട്ടോ കോസ് ഫംഗ്ഷൻ ആയിട്ടോ നമുക്ക് എഴുതാവുന്നതാണ്. സോ സൈൻ കഴിഞ്ഞിട്ടോ കോസ് കഴിഞ്ഞിട്ടോ ഉള്ള ഈ മൊത്തം ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഈ അവസാനം കൊടുത്തിരിക്കുന്ന കെ എക്സ് മൈനസ് ഒമേഗ ടി കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ആംഗിൾ, ദാറ്റ് ഈസ് കോൾഡ് ഇനീഷ്യൽ ഫേസ്. ഇനീഷ്യൽ ഫേസ്, അത് ഫേസും ഇനീഷ്യൽ ഫേസുമായിട്ട് മാറിപ്പോരുത്, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഫേസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഫേസ് കോൺസ്റ്റന്റ്. റെഡി. ദെൻ ഇതിൽ ഒമേഗ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്താണ്, ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ആംഗുലാർ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, 2πν എന്നാണ്. ഓക്കെ, ദെൻ കെ എന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു പേരും കൂടെ വിളിക്കും, ആംഗുലാർ വേവ് നമ്പർ. ഓക്കെ, ആംഗുലാർ വേവ് നമ്പർ എന്നും കൂടെ നമ്മൾ കെനെ വിളിക്കുന്നു. ഓക്കെ, സോ ആ കെ എന്നുള്ള ടേം ഇതാ ഇവിടെ എന്താണ്, ഈ ഫേസിൽ ഈ ഒരു ടേം കെ എക്സ്ന്നോ കെ വൈന്നോ കെ സെഡ്ന്നോ വരും. അപ്പം ഈ ഒരു ടേം അവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അതെന്താണ്, പ്രോഗ്രസീവ് ആയിട്ടുള്ള വേവ് ആണ്, മൂവിങ് ആയിട്ടുള്ള എന്താണ് വേവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ടേമിലാണ്, അതിന്റെ ഇക്വേഷനിലാണ് കെ എക്സ് കെ വൈ കെ സെഡ് എന്നുള്ള രീതിയിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി ഇത് ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ, ഈ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് കൂടെ ആരാണോ ഉള്ളത്, ഇപ്പൊ എക്സ് ആണ് ഉള്ളത്. ഓക്കെ, സോ എക്സ് ആക്സ് ആയിരിക്കും. ഇനി പോസിറ്റീവ് എക്സ് ആക്സ് ആണോ നെഗറ്റീവ് എക്സ് ആക്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത സൈൻ നിങ്ങൾ നോക്കുക. ഓക്കെ, എക്സ് കഴിഞ്ഞിട്ട് മൈനസ് ആണ് വരുന്നതെങ്കിൽ അത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. ഓക്കെ, മൈനസ് ആണെങ്കിൽ അതിന് തിരിച്ചെടുക്കണം, അതായത് പോസിറ്റീവ് എക്സ് ആക്സിസ്. ഓക്കെ, ഇനിയിപ്പം കെ വൈ കഴിഞ്ഞിട്ടാണ് മൈനസ് വരുന്നതെങ്കിൽ എന്താണ്, പോസിറ്റീവ് വൈ ആക്സ് ആണ്. കെ സെഡ് കഴിഞ്ഞിട്ടാണ് മൈനസ് വരുന്നതെങ്കിൽ പോസിറ്റീവ് സെഡ് ആക്സ് ആണ്. റെഡി. ഇനി കെ എക്സ് കഴിഞ്ഞിട്ട് പ്ലസ് ആണ് വരുന്നതെങ്കിൽ എന്താണ്, അത് നെഗറ്റീവ് എക്സ് ആക്സ് ആണ്. അതേപോലെ തന്നെ കെ വൈ കഴിഞ്ഞിട്ട് പ്ലസ് ആണ് വരുന്നതെങ്കിൽ അത് നെഗറ്റീവ് വൈ ആക്സ് ആണ്. കെ സെഡ് കഴിഞ്ഞിട്ട് പ്ലസ് ആണ് വരുന്നതെങ്കിൽ അത് നെഗറ്റീവ് സെഡ് ആക്സ് ആണ്. അത് കൃത്യമല്ലേ? ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് a transverse harmonic wave on a string is described by y is equal to 0.3 sin 36t plus 0.018x plus pi by 2. ഓക്കെ, നമ്മൾ ഒരു പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ നമുക്ക് തന്നു. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്താണ്, ഈ താഴെ തന്നിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ എന്താക്കണം, കണ്ടുപിടിക്കണം. ഒന്നാമത്തെ കാര്യം, ഈ ഇസ് എ ട്രാവലിംഗ് വേവ് ഓർ എ സ്റ്റേഷനറി വേവ്. ഇതൊരു ട്രാവലിംഗ് വേവ് ആണോ സ്റ്റേഷനറി വേവ് ആണോ നോക്കുക. ഇവിടെ എക്സ് വൈ സെഡ് എന്നിവ ഏതെങ്കിലും ഉണ്ടോ നോക്കുക. ആ ഒരു ഫേസിനകത്ത് ഇവിടെ ആരുണ്ട്, എക്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, സോ അതിന് കൂടെ വരുന്ന ആളാണ് എന്ത്, കെ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇറ്റ്സ് എ ട്രാവലിംഗ് വേവ്. അത് എവിടെ വരണം, ഈ സൈനിന്റെ ആ ഒരു ഫേസിനകത്ത്, സൈന്റെയോ കോസിനോ കഴിഞ്ഞിട്ട് വരുന്ന ഈ ആംഗിളിനകത്ത് ആ ഒരു കെ എക്സ്ന്നോ കെ വൈന്നോ കെ സെഡ്നോ ടേം ഉണ്ടെങ്കിൽ, അതിന് പുറത്തുണ്ടായിട്ട് കാര്യമില്ല, അതിനകത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്, അതൊരു പ്രോഗ്രസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാവലിംഗ് ആയിട്ടുള്ള എന്താണ്, വേവ് ആണ്. ഓക്കെ, so it's a traveling wave or a stationary wave. അതിന്റെ ആൻസർ എന്താണ്, it's a traveling wave. ഇതൊരു traveling wave ആണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചത്, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ഇനീഷ്യൽ ഫേസ്, അതേപോലെ തന്നെ വാട്ട് ഈസ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ക്രസ്റ്റ് ഇൻ എ വേവ്. ലീസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ക്രസ്റ്റ് ഇൻ എ വേവ് എന്ന് ചോദിക്കുന്നു. ഇതാ ഒരു ക്രസ്റ്റ്, ഒരു ട്രഫ്, അടുത്ത ക്രസ്റ്റ്, അടുത്ത ട്രഫ്. ഓക്കെ, സോ അടുത്തടുത്ത രണ്ട് ക്രസ്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ അല്ലേ അതിനെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. സോ ഇതിന്റെ വേവ് ലെങ്ത് ആണ് ഇവിടെ കാണാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് ഇവിടെ കണ്ടത് എന്താണ്, വേവ് ലെങ്ത് ആണ്. അത് എക്സാമിന് ചിലപ്പം വേവ് ലെങ്ത് എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. മിക്കവാറും സമയങ്ങളിൽ അങ്ങനെയാണ്, ഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കാറുള്ളത്. പക്ഷേ ചിലപ്പോൾ ഞാൻ ഈ ചോദിച്ച രീതിയിൽ എന്താക്കാം, ചോദിച്ചേക്കാം. അത് മനസ്സിലായിക്കോളൂ, അതെന്താണ്, വേവ് ലെങ്ത് ആണ്. ഫൈൻഡ് ദ ട്രാവലിംഗ് സ്പീഡ് ഓഫ് എ വേവ്. ഓക്കെ, സോ ഒരുപാട് കാര്യങ്ങൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്താക്കാനുണ്ട്, കണ്ടുപിടിക്കാനുണ്ട്. യെസ്, അതെല്ലാം നമുക്ക് എന്താക്കാം, ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, സോ നമുക്ക് കിട്ടിയ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം. y is equal to എന്താണ്, a sin, അല്ലെങ്കിൽ ജനറൽ ഇക്വേഷൻ y is equal to a sin kx മൈനസ് ഒമേഗ ടി പ്ലസ് എന്താണ്, 5 എന്നുള്ളതാണ്.
പക്ഷെ നമുക്ക് ഇവിടെ തന്ന ഇക്വേഷൻ എന്താണ്? y is equal to 0.3 sin 36t പ്ലസ് 0.018x പ്ലസ് എന്താണ് π/2 ആണ്. ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ, ആദ്യം 36t എന്നാണ് തന്നത്, പിന്നെയാണ് എന്താണ് 0.018x എന്നുള്ള രീതിയിൽ എടുത്തത്. ഓക്കെ, സോ അങ്ങനെ ആവുന്ന സമയത്ത് എന്താണ്, ഇവിടെ ആണെങ്കിൽ എക്സിന്റെ ടേം ആദ്യം, പിന്നെയാണ് ടീന്റെ ടേം. അപ്പം ഇവിടെ കൊടുത്ത രീതിയിലേക്ക് ഇതിനെ മാറ്റി എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതും? y is equal to 0.3 sin 0.018x പ്ലസ് 36t പ്ലസ് എന്താണ് π/2 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിന് എ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി, ട്രാവലിംഗ് വേവ് ആണെന്ന് എഴുതി. ദെൻ അതിന് ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ആർ ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി. ഓക്കെ, ഇത് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്, y കഴിഞ്ഞിട്ട് സൈൻ്റെ മുന്നേ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സൈനോട് ചേർത്ത് വരുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്. സോ 0.3 ആണ് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ്. യൂണിറ്റ് മീറ്റർ എന്നുള്ള രീതിയിൽ എടുക്കുക. ചിലതിൽ എന്താണ് ഈ ഇക്വേഷന് കൂടെ സെന്റിമീറ്റർ തരും. അങ്ങനെയാണെങ്കിൽ 0.3 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് എന്താണ് എടുക്കേണ്ടത്? മീറ്റർ എന്നാണ് എടുക്കേണ്ടത്. സോ ആംപ്ലിറ്റ്യൂഡ് is equal to, ആംപ്ലിറ്റ്യൂഡിന്റെ സ്ഥാനത്ത് ഇവിടെ 0.3 ആണ് വന്നത്. സോ 0.3 മീറ്റർ. റെഡി അല്ലേ? ഇനി അവിടുത്തെ ഫ്രീക്വൻസി കാണണം. ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻസിന്റെ ടേം എവിടെയാണ് വരുന്നത്? ഇവിടെ നോക്കിക്കേ, ആംഗുലാർ ഫ്രീക്വൻസി കണ്ടുപിടിച്ച് കഴിഞ്ഞാലാണ് അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക? ഫ്രീക്വൻസി കിട്ടുക. ആംഗുലാർ ഫ്രീക്വൻസി ആരെ കൂടെയാണ് ഉണ്ടാവുക? ടൈമിന്റെ കൂടെയാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഒമേഗ ടി എന്നല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഇവിടെ ഒമേഗ ടി എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? ഇവിടെ അതിന് പകരമായിട്ട് എന്താണ് 36t എന്നാണ് വന്നത്. ഓക്കെ, അങ്ങനെയാവുന്ന സമയത്ത് ഒമേഗയ്ക്ക് പകരം 36 വന്നു. ഓക്കെ, ഒമേഗ എന്ന് പറഞ്ഞാൽ 2π × ന്യൂ ആണ്. അതിന് പകരം എന്ത് വന്നു? 36 വന്നു. അങ്ങനെയാവുമ്പോൾ ഈ 2ഉം 36ഉം വേണേൽ കട്ട് ചെയ്തിട്ട് 18 എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, സോ ന്യൂ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു എന്താണ്? 18/π എന്നുള്ള രീതിയിൽ എന്താക്കിയാൽ മതി? ചെയ്താൽ മതി. അത് കാൽക്കുലേറ്റർ അടിച്ചു പോയി കഴിഞ്ഞാൽ അതിനെ വാല്യൂ കിട്ടും. അത്രയും എന്തുണ്ടാവും? ഹെഡ്സ് ഉണ്ടാവും. റെഡി അല്ലേ? ഫ്രീക്വൻസി കിട്ടി. ഇനി അടുത്തത് സി ക്വസ്റ്റ്യൻ. ഓക്കെ, സി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഇറ്റ്സ് ഇനീഷ്യൽ ഫേസ് അറ്റ് ദി ഒറിജിൻ? ഇനീഷ്യൽ ഫേസ്. ഓക്കെ, ദെൻ ഇവിടെ നോക്ക്, kx ഒമേഗ ടി ശേഷം വരുന്ന ഈ ഒരു ആംഗിളിലെ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇനീഷ്യൽ ഫേസ് അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ ഫൈ ഇസ് ഈക്വൽ ടു എന്താണ്? π/2 ആണ്. അത് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്ക്, എന്തൊക്കെയാണ് തന്നത്? വാട്ട് ഈസ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ക്രസ്റ്റ് ഇൻ ദ വേവ്? നമ്മൾ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു എന്താണ്? അത് വേവ് ലെങ്ത് ആണ് കണ്ടത്. വേവ് ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താണ്? പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. k ഇസ് ഈക്വൽ ടു, കെന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത് നോക്കിയേ? kx 0.018x. അപ്പോൾ 0.018 ആണ് കെന്റെ സ്ഥാനത്തുള്ളത്. ഇനി k എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. കെന്റെ ഇക്വേഷൻ 2π/ എന്താണ് മക്കളെ? 2π/λ എന്നാണ്. ദാറ്റ്സ് ഈക്വൽ ടു 0.018 എന്നാണ്. ദെൻ അതിൽ ലാംഡ ഈസ് ഈക്വൽ ടു എന്ത് വരും? ലാംഡനെ നേരെ അങ്ങോട്ട് പോവുക, 0.018 നേരെ അങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ എന്താണ്? 2π/0.018 എന്ന് കിട്ടും. അത്രയും മീറ്റർ. ഓക്കെ, അതൊന്ന് കാൽക്കുലേറ്റർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിന് ആൻസറിലേക്ക് നിങ്ങൾ എത്തും. ദെൻ അവസാനത്തെ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അതേതാണ്? ഫൈൻഡ് ദ ട്രാവലിംഗ് സ്പീഡ് ഓഫ് ദി വേവ്. ഓക്കെ, ഈ വേവിന്റെ എന്താണ്? ട്രാവലിംഗ് സ്പീഡ് കാണണം. ഒരു വേവിന്റെ ട്രാവലിംഗ് സ്പീഡ് കാണണമെങ്കിൽ വി ഹാവ് ടു ഇക്വേഷൻസ്. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ v is equal to ω/k എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അതേപോലെ തന്നെ v is equal to എന്താണ്? ന്യൂ ലാംഡ ഉണ്ട്. ഒരു വേവിന്റെ വെലോസിറ്റി കാണണമെങ്കിൽ അതിന് ഫ്രീക്വൻസിയും വേവ് ലെങ്ത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാവുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി കിട്ടും. അതേപോലെ തന്നെ ω/k എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. സോ ω/k നമ്മൾ വെച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒമേഗ എവിടെയുള്ളത്? ഇതാ ഒമേഗ എവിടെ? 36 ആണ് ഒമേഗ. k എന്ന് പറഞ്ഞാൽ 0.018 ആണ്. സോ ω/k എന്ന് പറയുന്ന സമയത്ത് 36 ഡിവൈഡഡ് ബൈ 0.018. അത്രയും വെലോസിറ്റി എന്ന് പറയുന്ന സമയത്ത് മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. വാല്യൂ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചോളാം. ഓക്കെ, ദെൻ അതേപോലെ തന്നെ v is equal to ന്യൂ ലാംഡ എന്നുള്ള രീതിയിൽ കൊടുത്തു. ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 18/π ആണ്. ഓക്കെ, 18/π. അല്ലെങ്കിൽ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 36/2π എന്ന് കിട്ടുമല്ലോ. 18/π-നെ 2 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു, താഴെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 36/2π എന്ന് കിട്ടും. ഇൻ ടു ലാംഡാന്റെ വാല്യൂ എത്രയാണ്? 2π/0.018. ഓക്കെ,
ഈ 2πയും ഈ 2πയും കട്ടായി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 36/0.018 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇത് രണ്ടും സെയിം അല്ലേ? ഈ രണ്ട് വെലോസിറ്റി സെയിം അല്ലേ? സോ ഈ രണ്ടിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് എന്താക്കാവുന്നതാണ്, ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പം ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഇതിപ്പം 5 കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഈ 5 കാര്യങ്ങളൊന്നും നിങ്ങളോട് ചോദിക്കുമല്ലോ, ചിലപ്പോൾ ഏതെങ്കിലും 1-2 കാര്യങ്ങളായിരിക്കും ചോദിക്കുക. പക്ഷേ ഈ ഒരു ഇക്വേഷൻ, ഒരു വേവ് ഇക്വേഷൻ തന്നിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഇതിൽ ചെയ്തു പോയിട്ടുണ്ട്. ഓക്കെ, യെസ്. Moving on to the next question. A steel wire has a length of 12 meter and a mass of 2.1 kilogram. What is the tension in the wire if the speed of a transverse wave on the wire is 343 meter per second? Okay. എന്തൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ? മാസ് 2.1 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്, ലെങ്ത് 12 മീറ്റർ തന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ടെൻഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ദി വേവ് എത്രയാണ്? 343 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ്ങിന്റെ മുകളിൽ കൂടെ ഉണ്ടാവുന്ന വേവിന്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. V is equal to root of tension by linear mass density mu എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാവുന്ന സമയത്ത് ടെൻഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനൊന്ന് സ്ക്വയർ ചെയ്യുക. അപ്പോൾ V square is equal, ആ റൂട്ട് അങ്ങോട്ട് പോയിട്ട് T by mu എന്ന് കിട്ടും. ഓക്കെ, സോ ടെൻഷൻ ഇസ് ഈക്വൽ ടു എന്താണ്? mu ഇൻറ്റു V സ്ക്വയർ എന്ന് വരും. mu V സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഓക്കെ. ഇനി mu ആദ്യം കണ്ടുപിടിക്കണം. mu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പെർ ലെങ്ത് ആണ്, ലീനിയർ മാസ് ഡെൻസിറ്റി എന്നൊക്കെയാണ് പറയാറുള്ളത്. സോ മാസ് എത്രയാണ്? 2.1 കിലോഗ്രാം ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് പറയുന്ന സമയത്ത് 12 കിട്ടും. അത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 0.175 എന്ന് കിട്ടും. ഓക്കെ, അത് നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് T ഈസ് ഈക്വൽ ടു 0.175 ഇൻറ്റു V സ്ക്വയർ എന്ന് പറയുമ്പം 343ൻ്റെ സ്ക്വയർ. അപ്പോൾ 343 ഇൻറ്റു 343 ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2.06 ഇൻറ്റു 10⁴ മീറ്റർ പെർ സെക്കൻഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? ഇതാണ്. ഇത് അറിയുമെങ്കിൽ മാത്രമേ ഇത് എന്താക്കാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ mu എന്ന് പറഞ്ഞാൽ മാസ് അല്ല, മാസ് ബൈ ലെങ്ത് ആണ് എന്നുള്ളതും എന്താക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ സോളിഡ് ആൻഡ് ലിക്വിഡ്. വെലോസിറ്റി ഓഫ് സൗണ്ട് ഓർ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ സോളിഡ് ആൻഡ് ലിക്വിഡ്. ഓക്കെ, സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ സോളിഡ്സ്, സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ സോളിഡ്സ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ എന്താണ്? സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ലിക്വിഡ്. ഓക്കെ, സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. V is equal to എന്താണ്? റൂട്ട് ഓഫ് യങ്സ് മോഡുലസ് ബൈ ഡെൻസിറ്റി. ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ? സോളിഡിന്റെ കേസിലുള്ള സ്പീഡ് ഓഫ് സൗണ്ടിന്റെ ഇക്വേഷൻ. ഓക്കെ, ദെൻ ലിക്വിഡ് ആണ്. ആലോചിച്ച് നോക്കുക, ലിക്വിഡിന് ഒരു പെർഫെക്റ്റ് ഷേപ്പ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അതിന് യങ്സ് മോഡുലസ് ഉണ്ടാവില്ല. പകരം എന്താണ്? ബൾക്ക് മോഡുലസ് ഉണ്ടാവുക. സോ ബൾക്ക് മോഡുലസ് ബൈ എന്തെന്ന് കിട്ടും? ഡെൻസിറ്റി എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ദെൻ അടുത്തത്, ഗിവ് ന്യൂട്ടൺസ് ഫോർമുല ആൻഡ് ഹൗ ലാപ്ലേസ് കറക്റ്റഡ് ഇറ്റ്. ഓക്കെ, ന്യൂട്ടൺസ് ഫോർമുലയായിട്ട് ബന്ധപ്പെട്ട പല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ലാപ്ലേസ് ഫോർമുല വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എന്താക്കിയത്, സെലക്ട് ചെയ്തത്. ന്യൂട്ടൺസ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ന്യൂട്ടൺ എഴുതി എന്താണ്? വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഗ്യാസ്, വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഗ്യാസ് എന്ന് പറയുന്നത് V is equal to root of pressure by density എന്ന് അദ്ദേഹം എഴുതി. ഓക്കെ, സോ വെലോസിറ്റി ഫ്രം ന്യൂട്ടൺസ് ഫോർമുല, വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ അറ്റ് STP എത്ര കിട്ടി? is 280 meter per second. ഓക്കെ, ന്യൂട്ടൺസ് ഫോർമുല വെച്ചിട്ട് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ എത്ര കിട്ടിയത്? 280 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടിയത്. ബട്ട് ആക്ച്വലി അത് എത്രയാണ്? 332 എന്താണ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് എത്രയാണ്? 332 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, സോ ദർ ഇസ് എ മിസ്റ്റേക്ക് ഇൻ ന്യൂട്ടൺസ് എന്താണ് ഇക്വേഷൻ. സോ ദർ ഇസ് എ mistake in Newton's formula. Newton's formula. Okay,
ന്യൂട്ടൺസ് ഫോർമുലയിൽ എന്തുണ്ട്, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് 332 കിട്ടേണ്ട സ്ഥലത്ത് നമുക്ക് എത്ര കിട്ടിയത്, 280 മാത്രം കിട്ടിയത്. ആ ന്യൂട്ടന്റെ മിസ്റ്റേക്ക് ചിലപ്പോൾ എന്താക്കാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ന്യൂട്ടന്റെ മിസ്റ്റേക്ക് ഇതേ ഉള്ളൂ. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ എന്താണ് ചെയ്തത്, കംപ്രഷൻസ് ആൻഡ് റെയർഫാക്ഷൻസ് ത്രൂ എയർ is considered as isothermal. ഓക്കെ, ന്യൂട്ടൺ അതായത് സൗണ്ട് എന്താണ് എയറിൽ കൂടെ ഉണ്ടാവുന്ന കംപ്രഷൻസും റെയർ ഫാക്ഷൻസും ഈ ഒരു പ്രൊപ്പഗേഷൻ ന്യൂട്ടൺ എന്തായിട്ട് കൺസിഡർ ചെയ്തു, തെർമോഡൈനാമിക്സിലെ ഐസോതെർമൽ പ്രോസസ് ആയിട്ട്, അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന ഒരു പ്രോസസ് ആയിട്ട് അദ്ദേഹം എന്താക്കി, അതിനെ ജഡ്ജ് ചെയ്തു. ആ രീതിയിൽ ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്, V = P/ρ എന്നുള്ള ഇക്വേഷനും അത് വെച്ചിട്ട് 280 m/s എയറിലൂടെയുള്ള സൗണ്ടിന്റെ വെലോസിറ്റിയും കിട്ടിയത്. ഓക്കെ, പക്ഷേ ലാപ്ലേസ് പറഞ്ഞു ആ ന്യൂട്ടൺ എടുത്ത ആ ഒരു കൺസെപ്റ്റ് ആണ് എന്തായത് തെറ്റിപ്പോയത്. ഈ കംപ്രഷൻസും റെയർ ഫാക്ഷൻസും എന്താണ്, ഐസോതെർമൽ പ്രോസസ് അല്ല, പകരം എന്താണ്, അഡിയാബാറ്റിക് പ്രോസസ് ആണ്. ഏത് പ്രോസസ് ആണ്, അഡിയാബാറ്റിക് പ്രോസസ്. അഡിയാബാറ്റിക് പ്രോസസ് ആവുന്ന സമയത്ത് അവിടെ പീക്ക് വരും എന്നും കൂടെ വരും, ഗാമയും കൂടെ വരും. അപ്പൊ P/ρ എന്നുള്ള രീതിയിൽ, റൂട്ടിനകത്ത് P/ρ എന്നുള്ള രീതിയിൽ വരും. അതാണ് കറക്റ്റ് ഇക്വേഷൻ, അതാണ് എന്ത്, ലാപ്ലേസ് ഫോർമുല. സോ ലാപ്ലേസ് എങ്ങനെ അതിനെ കറക്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയാണ്. ലാപ്ലേസ് കൺസിഡേർഡ് ആസ് ഈ പറഞ്ഞ സാധനം കംപ്രഷൻസ് ആൻഡ് റെയർഫാക്ഷൻ ത്രൂ എയർ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് അഡിയാബാറ്റിക്. ഓക്കെ, ഐസോതെർമലിയുള്ള ബൾക്ക് മോഡുലസ് എന്താണ്, P ആണെങ്കിൽ അഡിയാബാറ്റിക് ആയിട്ടുള്ള ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ P ആണ്. അങ്ങനെയാവുന്ന സമയത്ത് ലാപ്ലേസ് ഇക്വേഷൻ എന്ത് വരും, ലാപ്ലേസ് ഇക്വേഷൻ ഈസ് V = √P/ എന്ത് വരും, റോ എന്ന് വരും, √P/ρ എന്ന് വരും. ഓക്കെ, ദെൻ അടുത്തത്, write the equations of standing wave and find the positions of nodes and antinodes. yes നോക്കുക, ഒരു വേവ് ഇങ്ങനെ പോയിട്ട് ഇവിടെ തട്ടുന്ന സമയത്ത് എന്താണ്, ഒരു വേവ് ഇങ്ങനെ പോയിട്ട് ഇവിടെ തട്ടി. ഓക്കെ, ദെൻ അവിടെ തട്ടുന്ന സമയത്ത് എന്താണ്, അത് നേരെ തിരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് റിഫ്ലക്ട് ചെയ്ത് വരും. ഓക്കെ, അങ്ങനെയാവുന്ന സമയത്ത് ഈ വേവ് അങ്ങോട്ടും പോവില്ല ഇങ്ങോട്ടും പോവില്ല എന്നുള്ള രീതിയിൽ അവിടെ എന്താണ്, സ്റ്റാൻഡിങ് ആയതുപോലെ നമുക്ക് തോന്നും. ദിസ് കൈൻഡ് ഓഫ് വേവ് ആർ നോൺ ആസ് സ്റ്റാൻഡിങ് വേവ്സ്. ഇതിൽ ഏറ്റവും മിനിമം എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഭാഗത്ത് നമ്മൾ നോഡ് എന്ന് പറയും. ഇതൊക്കെ നോഡാണ്. ഓക്കെ, ദെൻ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഭാഗത്തിന് നമ്മൾ ആന്റി നോഡ് എന്ന് പറയും. ഇത് രണ്ട് നടുവിലുള്ള രണ്ടെണ്ണം എന്താണ്, ആന്റി നോഡ്സ് ആണ്. ഓക്കെ, സോ മിനിമം ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ നോഡാണ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ എന്താണ്, ആന്റി നോഡാണ്. ഓക്കെ, സോ റൈറ്റ് ദ ഇക്വേഷൻസ് ഓഫ് സ്റ്റാൻഡിംഗ് വേവ്. സ്റ്റാൻഡിംഗ് വേവിന്റെ ഇക്വേഷൻ ഫോർ എ സ്റ്റാൻഡിംഗ് വേവ്, ഒരു സ്റ്റാൻഡിംഗ് വേവിന്റെ ഇക്വേഷൻ y = എന്ത് വരും എന്നറിയോ, 2a sin kx into cos ωt എന്ന് വരും. 2a sin kx into cos ωt എന്ന് വരും. ഇതിൽ ഈ 2a മാത്രമല്ല ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 2a sin kx ഇത് മുഴുവനാണ് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് വരുന്നത്. ഓക്കെ, സോ ഒരു സ്റ്റാൻഡിംഗ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ സാധനം ആയിരിക്കും 2a sin kx. ദെൻ ബാക്കി ωt വരുന്നത് ഇതാണ്, ഇതിന് എന്ത് വരുന്നത്, ഫേസ് വരുന്നത്. അപ്പം നിങ്ങൾ നോക്കിയാൽ ഇതിനകത്ത് kx എന്നോ ky എന്നോ എന്നുള്ള ഇക്വേഷൻ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, അതൊരു സ്റ്റാൻഡിംഗ് വേവ് ആണ്, പ്രൊപ്പഗേറ്റിംഗ് ആയിട്ടുള്ള വേവ് അല്ല. ഓക്കെ, സോ ഹിയർ ആംപ്ലിറ്റ്യൂഡ്, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ് ഇസ് ഈക്വൽ ടു എന്താണ്, 2a sin kx. ഓക്കെ, ഇനി ഇതിന്റെ നോഡ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, മിനിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആംപ്ലിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, ഇനി ആന്റി നോഡ് എന്ന് പറഞ്ഞാലോ, ആന്റി നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് ഇതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന സമയത്ത് സൈൻ കെ എക്സ് എന്നുള്ള ഭാഗം എന്താണ്, സൈൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, സൈൻ്റെ മാക്സിമം വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, സോ 2a sin kx എന്ന് പറയുന്ന സമയത്ത് സൈൻ്റെ മാക്സിമം വാല്യൂ 1 ആണെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2a ആയിരിക്കും. റെഡി അല്ലേ? ഓക്കെ, സോ നോഡിന്റെ ഇക്വേഷൻ നോക്കുക. നോഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, 2a sin kx that's equal to 0 ആയി പോകും. അങ്ങനെയാവുന്ന സമയത്ത് 2a sin kx 0 ആവുന്ന സമയത്ത് സൈൻ്റെ വാല്യൂ എപ്പോഴാണ് 0 ആവുക, എപ്പോഴാണ്? ഓക്കെ, kx is equal to 90 ഡിഗ്രി ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണ് 90 ഡിഗ്രീന്റെ മൾട്ടിപ്പിൾസ് വരുന്ന സമയത്ത്, ഓർ നമുക്ക് ഇങ്ങനെ പറയാം nπ എന്ന് പറയാം അല്ലെ, nπ 0π എന്ന് പറയുമ്പോൾ 0 വരും. ദെൻ
സോറി, അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സൈൻ്റെ വാല്യൂ 0 ആവുന്നത് എന്താണ്? 180 വരുമ്പോഴാണ് അല്ലേ? 180ന്റെ മൾട്ടിപ്പിൾസ് വരുമ്പോൾ സൈൻ 90 ഈസ് ഈക്വൽ ടു 1 ആണല്ലേ വരിക. ഓക്കെ, സൈൻ 180 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ബട്ട് സൈൻ 0 എന്താണ്? 0. സൈൻ 360 എന്ന് പറഞ്ഞാലും 0. അതായത് പൈൻ്റെ മൾട്ടിപ്പിൾസ് വരുന്ന സമയത്തൊക്കെ സൈൻ എന്താണ്? സൈൻ്റെ വാല്യൂ 0 ആയി പോകും. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് എഴുതാം കെ എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ എന്ന് വന്നു. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വന്നു? എക്സ് ഇസ് ഈക്വൽ ടു എൻ, അല്ലെങ്കിൽ ഒറ്റ സംഭവം കൂടി അവിടെ കൊടുക്കാം. ഈ കെക്ക് പകരം എന്ത് കൊടുക്കാം? 2π/λ എന്ന് കൊടുക്കാം. ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ എന്ന് വന്നു. പൈ അവിടെ കട്ടായിപ്പോയി. സോ ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു എൻ λ/2 എന്ന് കിട്ടി. ഇതാണ് ആരുടെ കണ്ടീഷൻ? നോഡിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ നോഡ്. ഓക്കെ, ഇതേപോലെ തന്നെ ആൻറ്റിനോഡിൻ്റെ കണ്ടീഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താക്കാം? ഇത് ഉപയോഗിച്ചിട്ട് തന്നെ എന്താക്കാം? കണ്ടുപിടിക്കാം. ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. സോ ഫോർ ആൻറ്റിനോഡ് ഞാൻ പറഞ്ഞു എന്താണ്? 2a sin kx മാക്സിമം ആവണം. അതായത് 2a sin kx is equal to 2a എന്ന് കിട്ടണം. അങ്ങനെ ആവുന്ന സമയത്ത് sin kx is equal to 1 എന്ന് വരും. ഓക്കെ, sin kx is equal to എന്ത് വേണം? 1 വരണം. അങ്ങനെ ആകുമ്പം kx is equal to എപ്പോഴൊക്കെയാണ് സൈന് 1 വരിക? 90ൽ വരും. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? 180ൽ 0 വരും. പിന്നെ 270 എന്ന് പറയുന്ന സമയത്ത് 1 വരും, പക്ഷേ -1 ആയിരിക്കും. പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെ ആയിരിക്കും? 1 ആയിരിക്കും. അപ്പം എപ്പോഴൊക്കെയാ സൈന് 1 വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? n+12 ഇൻറ്റു പൈ വരുമ്പോഴാണ്. ഓക്കെ, n+12 ഇൻറ്റു പൈ. അപ്പോൾ n is equal to 0 കൊടുത്തു നോക്കി നിങ്ങൾ. അപ്പോൾ ഹാഫ് ഇൻറ്റു പൈ എന്ന് വരും. ദാറ്റ് ഇസ് π/2. ഓക്കെ, ദെൻ എന്താണ്? n is equal to 1 കൊടുത്തു നോക്കി. അപ്പോൾ എന്ത് വരും? 1 + 1/2 ദാറ്റ് ഇസ് 3/2. 3/2 പൈ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? അതെന്താണ്? വീണ്ടും എന്താണ്? 1 ആണ്. സോ n+12 ഇൻറ്റു പൈ വരുമ്പോഴാണ് എന്താക്കുന്നത്? സൈൻ്റെ വാല്യൂ 1 വരുന്നത്. അപ്പം kxന് പകരം kക്ക് പകരം എന്താണ്? 2π/λ ഇൻറ്റു എക്സ് വരുന്ന സമയത്ത് എന്ത് വരുന്നു? n+12 ഇൻറ്റു പൈ എന്നുള്ള രീതിയിൽ വന്നു. പൈ കട്ടായി. എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? n+12 ഇൻറ്റു λ/2. ഇതാണ് ആൻറ്റി നോഡിൻ്റെ കണ്ടീഷൻ. നിങ്ങൾ ആ നോഡിൻ്റെ കണ്ടീഷനായിട്ട് ഇതിനൊന്ന് കമ്പയർ ചെയ്ത് വെക്കുക. സിമ്പിളാണ്. നോഡാണെങ്കിൽ എന്താണ്? n ഇൻറ്റു λ/2 ആണ്. ആൻറ്റി നോഡിൻ്റെ കണ്ടീഷൻ എന്താണ്? ആണെങ്കിൽ എന്താണ്? n+12 λ/2 ആണ്. റെഡി അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ഓക്കെ, draw the pattern of waveforms of the first 3 harmonics in a stretched string. നമ്മളോട് ഏറ്റവും ഇതിൽ ഈ ഒരു വേവ് എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും വെയിറ്റേജ് കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള 3 ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ഇത് 3ന്റെ മെത്തേഡ് ഒരുപോലെയാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു മെത്തേഡ് അങ്ങോട്ട് മനസ്സിലായി കഴിഞ്ഞാൽ, ഇതിൻ്റെ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ്? ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്താക്കുക? അങ്ങനെ ചെയ്തു പോകാം. ഓക്കെ, 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ കേസിൽ, അതേപോലെ തന്നെ ഒരു ഓപ്പൺ പൈപ്പിൻ്റെ കേസിൽ, ഒരു ഓപ്പൺ പൈപ്പിൻ്റെ കേസിലും ഒരു ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിലും, ഈ 3 കാര്യങ്ങളുടെ കേസിൽ എന്താണ്? സ്റ്റാൻഡിങ് വേവ്സ് അവിടെ ഉണ്ടാവും. ഓക്കെ, ഈ സ്റ്റാൻഡിങ് വേവ്സിന് എന്ത് കാണാനാണ്? ഫസ്റ്റ് ഹാർമോണിക്, ഫസ്റ്റ് 3 മോഡ്സ് ഓഫ് വൈബ്രേഷൻ. ഓക്കെ, ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്താണ്? ചിലപ്പം ഫസ്റ്റ് ഹാർമോണിക്കും പിന്നെ തേർഡ് ഹാർമോണിക് പിന്നെ 5th ഹാർമോണിക് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. എനിവേ 3 മോഡ്സ് ഓഫ് വൈബ്രേഷൻ, ഏറ്റവും ആദ്യത്തെ 3 മോഡ്സ് ഓഫ് വൈബ്രേഷനും അതിന്റെ ഫ്രീക്വൻസീസും കാണാനുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. ചിത്രം വരയ്ക്കാൻ എന്താക്കാറുണ്ട്? ചോദിക്കാറുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോ. ഓക്കെ, സോ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ്. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ കേസിലുള്ള ഫസ്റ്റ് 3 ഹാർമോണിക്സിന്റെ പാറ്റേൺ വരയ്ക്കുക എന്നാണ് പറഞ്ഞത്. ഓൾറെഡി ഞാൻ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. നോക്ക്, ഫസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും. ഓക്കെ, സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 2 അറ്റത്തും എപ്പോഴും എന്തായിരിക്കും? നോഡായിരിക്കും വരിക. ഓക്കെ, സോ ഇവിടെ നോക്ക്, ഇവിടെ നോഡ് വന്നു. പിന്നെ അടുത്തത് ഇതാ ഇങ്ങനെ വരുള്ളൂ. ഓക്കെ, ഈ 2 അറ്റത്ത് നോഡ് വരണമെങ്കിൽ അടുത്ത ചിത്രം ഇങ്ങനെ വരുള്ളൂ. രണ്ടാമത്തെ മോഡ്. മൂന്നാമത്തെ മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നോഡ്, ഇവിടെ ഒരു നോഡ് എന്ന് പറയുന്ന സമയത്ത് ഒന്നിങ്ങനെ പോയി ഇവിടെ വന്നു, ഇവിടുന്ന് തട്ടി ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. റെഡി? ഇങ്ങനെ എന്ത് വരുള്ളൂ? തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ വരുള്ളൂ. 4th മോഡ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെ വരും? 1 2 3 4. ദെൻ നേരെ ഇങ്ങനെ വന്നിട്ട് എന്താക്കും? ഞാൻ വരച്ച് കാണിച്ചു തരാം. പകുതി ഇങ്ങനെ എടുക്കുക. ഓക്കെ, ദെൻ ഇങ്ങനെ പോയി ദെൻ ഇങ്ങനെ വന്നു. ഇതാണ് 4th മോഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വരയ്ക്കാൻ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ലെങ്ത് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നു λ/2, അടുത്തതിൽ ലാംഡ, അടുത്തത് 3 λ/2. ഇതെങ്ങനെയാണ് ഞാൻ എടുത്തത് എന്നുള്ളതാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഒരു ക്രസ്റ്റായി ഒരു ട്രഫായി. ഇനി തിരിച്ചു വരുന്ന സമയത്ത് ഒരു ക്രസ്റ്റും ഒരു ട്രഫായി.
ഇതാണ് ഒരു സ്റ്റാൻഡിങ് വേവിന്റെ വേവ് ലെങ്ത് പറയുന്നത്. ഈ അറ്റം മുതൽ ഈ അറ്റം വരെയാണ് എന്തെന്ന് പറയുന്നത് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക, ഈ നോഡും തൊട്ടടുത്ത നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വേവ് ലെങ്തിന്റെ പകുതിയല്ലേ. അപ്പോൾ എന്താണ്, നോഡും തൊട്ടടുത്ത നോഡും തമ്മിൽ, അല്ലെങ്കിൽ ആന്റി നോഡും ഇവിടുത്തെ ആന്റി നോഡും തൊട്ടടുത്ത ആന്റി നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, λ/2 ആണ്. ഓക്കെ, അടുത്തടുത്ത നോഡുകളാണെങ്കിലും അടുത്തടുത്ത ആന്റി നോഡുകളാണെങ്കിലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, λ/2 ആണ്. ഇനി ഒരു നോഡും തൊട്ടടുത്ത ആന്റി നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിന്റെ എന്താണ്, ഇതിന്റെ ഇത്രയും ഭാഗം വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് എന്താണ് 1/4 ആണ്. അപ്പോൾ λ/4 ആയിരിക്കും ഒരു നോഡും തൊട്ടടുത്ത ആന്റി നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ്, ഈ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ എന്താക്കിയത്, എല്ലിന്റെ ഇക്വേഷൻ അവിടെ എഴുതിയത്. നിങ്ങൾ നോക്കുക, L is equal to ഇവിടെ നോഡ് രണ്ട് നോഡിനിടയിൽ ഡിസ്റ്റൻസ് എന്താണ്, λ/2. ഇവിടെ ആണെങ്കിൽ എന്താണ്, ഒരു കംപ്ലീറ്റ് വേവ് അങ്ങനെയാകുന്ന സമയത്ത് L is equal to λ. ഇവിടെ ആണെങ്കിൽ നോക്ക്, ഇതൊരു കംപ്ലീറ്റ് വേവ് പ്ലസ് അതിൻ്റെ കൂടെ ഒരു പകുതി വേവ്. അപ്പം എന്താണ്, 1.5 λ, അതായത് 3/2 λ, അത്രേ ഉള്ളൂ. ഓക്കെ, യെസ്. സോ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോ, ഫസ്റ്റത്തെ ഇത് കിട്ടണമെങ്കിൽ ശ്രദ്ധിക്കാം. ഓക്കെ, ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ, ഇത് എ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ, ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷനിൽ L is equal to എന്താണ്, λ/2 ആണ്. ഫസ്റ്റത്തെ മോഡ് ആയതുകൊണ്ട് അതിൻ്റെ വേവ് ലെങ്തിനെ ഞാൻ λ1 എടുക്കുന്നു, λ1/2. സോ λ1 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 × L നമ്മുടെ അവിടെ കിട്ടി. റെഡി അല്ലേ? ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, ന്യൂ ഫ്രീക്വൻസി is equal to v/λ എന്നുള്ള ഇക്വേഷൻ. നേരത്തെ v = ന്യൂ λ എന്ന് എടുത്തിരുന്നു. സോ ന്യൂ is equal to v/λ. അപ്പോൾ ഒന്നാമത്തതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുമ്പം ന്യൂ1 is equal to v/λ1 എന്നാവും. അങ്ങനെ ആകുമ്പോൾ that's equal to v/λ1 ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി 2L എന്നാണ്, 2L. ഓക്കെ, സോ ന്യൂ1 is equal to എന്താണ്, v/2L എന്ന് കിട്ടി. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ മോഡിൻ്റെ ഫ്രീക്വൻസി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓർ കോൾഡ് എന്താണ്, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഓക്കെ, ഒന്നാമത്തെ ഫ്രീക്വൻസിനെ നമ്മൾ എന്തെന്ന് പറയും, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയും, അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഹാർമോണിക് ആണെന്ന് പറയും. ഓക്കെ, ശ്രദ്ധിച്ചോ. സെക്കൻഡ് മോഡ് നമ്മൾ എഴുതുന്ന സമയത്ത് L is equal to നോക്കിക്കോ, L is equal to λ എന്ന് കിട്ടും. ഓക്കെ, L is equal to λ2 ആണ് സെക്കൻഡ് മോഡ് ആയതുകൊണ്ട്. അങ്ങനെയാവുന്ന സമയത്ത് എന്താണ്, ന്യൂ2 is equal to v/λ2 എന്ന് വരും. സോ v/L എന്ന് വരും. ഓക്കെ, ഇതിന് ഞാനൊരു മോളിൽ 2 കൊടുക്കുക, അതായത് ഇൻറ്റു 2 കൊടുക്കുക, /2 കൊടുക്കുക. അങ്ങനെയാവുന്ന സമയത്ത് എന്താണ്, v/2L 2 ടൈംസ് ആണ് കിട്ടും. ഈ v/2L എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ഹാർമോണിക്. ഓക്കെ, സോ ന്യൂ2 എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഹാർമോണിക്കിന്റെ എത്ര ടൈംസ് ആണ്, 2 ടൈംസ് ആണ്. 2 ടൈംസ് ഓഫ് ന്യൂ1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എത്രാമത്തെ ഹാർമോണിക് എന്ന് പറയാം, സെക്കൻഡ് ഹാർമോണിക് എന്ന് പറയാം. എന്താണ്, സെക്കൻഡ് ഹാർമോണിക്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഫസ്റ്റ് ഹാർമോണിക്കിന്റെ ഡബിൾ ആയതുകൊണ്ടാണ് സെക്കൻഡ് ഹാർമോണിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് മോഡ്, ഇതേപോലെ നമുക്ക് തേർഡ് മോഡ് ചെയ്ത് കഴിഞ്ഞാൽ L is equal to എന്താണ്, 3λ3/2 എന്നാണ് നമ്മളിവിടെ എഴുതിയത്. ഓക്കെ, സോ ന്യൂ3 എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് λ3ന്റെ വാല്യൂ എന്താണ് വരിക, ഇവിടെ λ3 is equal to 2/3 അങ്ങോട്ട് പോകുന്ന സമയത്ത് 3/2 എന്നുള്ള 3/2 അങ്ങോട്ട് പോകുന്ന സമയത്ത് 2/3 എന്ന് വരും. സോ 2L/3 എന്ന് വരും. അങ്ങനെ ആകുമ്പം ന്യൂ3 is equal to v/λ3 that's equal to v/2L/3. ആ 3 നേരെ മുകളിൽ പോയി 3 × v/2L എന്ന് പറയും. v/2L എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാർമോണിക് ആണ്, അതിന്റെ 3 ടൈംസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. സോ ന്യൂ3 is equal to 3 ടൈംസ് ഓഫ് ന്യൂ1. അപ്പം ഇത് എത്രാമത്തെ ഹാർമോണിക് ആണ്, ദിസ് ഇസ് തേർഡ് ഹാർമോണിക് ആണ്. റെഡി? സോ ഇതിൻ്റെ ഫസ്റ്റ് 3 ഹാർമോണിക്സിൻ്റെ ഫ്രീക്വൻസി റേഷ്യോസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ന്യൂ1 is to ന്യൂ2 is to ന്യൂ3 എന്ന് പറയുന്ന സമയത്ത് എത്ര വരും, 1 is to 2 is to 3 എന്ന് വരും. ഓക്കെ, ഇനി ഇതേപോലെ എന്താണ്, ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിലും ഓപ്പൺ പൈപ്പിൻ്റെ കേസിലുമാണ് നമ്മൾ നോക്കുന്നത്. ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പൈപ്പുകളുടെ കേസിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് എന്താണ്, നോഡാണ് വരിക. ഓക്കെ, ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് എപ്പോഴും എന്തായിരിക്കും, ആൻറ്റി നോഡായിരിക്കും. അപ്പം വേവിൻ്റെ ആ ഒരു എന്താണ്, ഒരു വായ തുറന്നിരിക്കുന്ന രീതിയിൽ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ഈ ഭാഗത്ത് എപ്പോഴും എന്തായിരിക്കും, ആൻറ്റി നോഡായിരിക്കും വരിക. ഓക്കെ, ദെൻ ഓപ്പൺ പൈപ്പ് നിങ്ങൾ നോക്കിയാൽ, ഓപ്പൺ പൈപ്പ് എന്ന് പറഞ്ഞാൽ 2 ഭാഗം ഓപ്പൺ ആയിട്ടുള്ള പൈപ്പാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വായ തുറന്നിരിക്കുന്ന രീതിയിൽ, ഇവിടെയും വായ തുറന്നിരിക്കുന്ന രീതിയിൽ, ദാറ്റ് മീൻസ് എന്താണ്, 2 ഭാഗത്തും എന്താണ്,
ആന്റി നോഡ് ആണ് എന്നുള്ള രീതിയിലാണ് വരിക. ഓക്കെ, ഓപ്പൺ പൈപ്പിൽ. ക്ലോസ്ഡ് പൈപ്പിലാണെങ്കിൽ ഒരു ഭാഗം ക്ലോസ്ഡ് ആയതുകൊണ്ട് അവിടെ എന്തായിരിക്കും, നോഡ് ആയിരിക്കും. ആൻഡ് ഇവിടെ ഒരു നോഡ്, ഇവിടെ ഒരു ആന്റി നോഡ്. നോഡും ആന്റി നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് λ/4 ആയിരിക്കും. സോ L = λ/4. ഇങ്ങനെയാവുന്ന സമയത്ത് എന്താണ്, ഇവിടെ നോഡ്, ഇവിടെ ആന്റി നോഡ്, ഇവിടെ നോഡ്, ഇവിടെ ആന്റി നോഡ്. ഓക്കെ, സോ 3 λ/4 വരും. ഇവിടെ ആണെങ്കിലോ 1 2 3 4 5 λ/4 വരും. സോ L = 5 λ/4. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, എളുപ്പമായിട്ട് ചെയ്യാം. ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷനിൽ L = എന്താണ്, λ/4 എന്ന് വന്നു, അല്ലെ λ1/4 എന്ന് വന്നു. സോ λ1 = 4L ആണ്. അങ്ങനെ ആവുന്ന സമയത്ത് ν1 = v/λ1, ദാറ്റ്സ് ഈക്വൽ ടു v/4L എന്ന് വന്നു. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാർമോണിക്. ഓക്കെ, ഇനി സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. സെക്കൻഡ് മോഡ് എന്ന് പറയുന്ന സമയത്ത് L = നമ്മൾ ഇപ്പുറത്ത് എഴുതി എന്തായിരുന്നു, 3 λ/4 ആയിരുന്നു. സോ 3 λ2/4, രണ്ടാമത്തെ അല്ല, അപ്പോൾ λ2 എന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ν2 = എന്ത് വരും, ν2 = v/λ. ഓക്കെ, അതിന് മുന്നേ λ2ൻ്റെ ഒരു ഇക്വേഷൻ അങ്ങോട്ട് എഴുതണം. λ2ൻ്റെ ഇക്വേഷൻ എന്താണ്, 4L/3 എന്ന് വരും. അങ്ങനെയാവുന്ന സമയത്ത് ν2 = v/λ2, ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്, v/4L/3 എന്ന് വരും. ആ 3 നേരെ മുകളിൽ കയറി വരും. അപ്പോൾ 3 × എന്താണ്, v/4L എന്ന് വരും, v/4L. ഓക്കെ, അതായത് ഫസ്റ്റ് ഹാർമോണിക്കിന്റെ 3 ടൈംസ് ആണ് നമുക്ക് തേർഡ് ഫ്രീക്വൻസി ആയിട്ട് കിട്ടിയത്. സോ ν3 = 3 × ν1. ദാറ്റ് ഈസ് ഇതിനെ എന്തെന്ന് വിളിക്കാം, തേർഡ് ഹാർമോണിക് എന്ന് വിളിക്കാം. ഓക്കെ, യെസ്, ദിസ് ഈസ് തേർഡ് ഹാർമോണിക്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഹാർമോണിക് എവിടെ പോയി? സെക്കൻഡ് ഹാർമോണിക് ഇല്ല, അത് കാണൂല. 1 കഴിഞ്ഞാൽ എന്താണ്, തേർഡ് ഹാർമോണിക് ആണ്. ഇനി തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. L = എന്തായിരുന്നു, 5 λ/4 ആണ്. സോ 5 × λ3/4. സോ λ3 = എന്താണ്, 4L/5 എന്ന് വരും. സോ ν3 = v/λ3, ദാറ്റ്സ് ഈക്വൽ ടു v/4L/5. അപ്പോൾ /5 നേരെ മുകളിലെത്തും, 5 × v/4L എന്ന് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v/4L ഫസ്റ്റ് എന്താണ്, ഹാർമോണിക് ആണ്. അതിനെ 5 ടൈംസ് കിട്ടി. സോ ν3 = 5 ടൈംസ് ഓഫ് ν1. ദാറ്റ് ഈസ് ഇത് എത്രാമത്തെ ഹാർമോണിക് ആണ്, ഫിഫ്ത്ത് ഹാർമോണിക്. അപ്പം ഇതിന്റെ തേർഡ് കഴിഞ്ഞിട്ടുള്ള ഫോർത്ത് ഹാർമോണിക് എവിടെ പോയി, അതില്ല. ഓക്കെ, അപ്പം ഒരു ക്ലോസ്ഡ് പൈപ്പിന്റെ പ്രത്യേകത ഇതാണ്, ഇതില് ഓഡ് ഹാർമോണിക്സ് മാത്രമേ പ്രസന്റ് ആയിരിക്കുള്ളൂ. എന്താണ്, ഓഡ് ഹാർമോണിക്സ് മാത്രം. ഓക്കെ, സോ ν1 ν2 ν3 എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1:3 എന്തായിരിക്കും, 5 ആയിരിക്കും. ഓക്കെ, ഈവൻ നമ്പർ ഓഫ് ഹാർമോണിക്സ് ഒന്നും ഇതിൽ ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കാം, ഓപ്പൺ പൈപ്പിന്റെ കേസിലുള്ള ചിത്രങ്ങൾ എങ്ങനെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ഈ രണ്ട് ഭാഗത്ത് എന്തായിരിക്കണം, ആന്റി നോഡ് ആയിരിക്കണം. സോ ഫസ്റ്റ് മോഡ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് മോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആന്റി നോഡ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വരച്ച് വരുന്ന സമയത്ത് ഇതാണ് സെക്കൻഡ് മോഡ്. തേർഡ് മോഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോയി ഇങ്ങോട്ടേക്ക് വരും. ഇതാണെങ്കിൽ ഇങ്ങനെ വന്ന് ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, സോ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ആന്റി നോഡ്, ഇവിടെ അടുത്ത ആന്റി നോഡ്. ഓക്കെ, സോ λ/2 ആണ് വരിക. അല്ലെങ്കിൽ ആന്റി നോഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, λ/4 പ്ലസ് λ/4, ദാറ്റ് ഈസ് λ/2. ഇതാണെങ്കിലോ λ/4, അടുത്ത λ/4, 4 λ/4 ഇവിടെ വരും. ഓക്കെ, ഇവിടം വരെ ഒരു λ/4, ഇവിടം വരെ അടുത്തത്. ഓക്കെ, 4 λ/4 ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, എന്ന് കിട്ടും. അങ്ങനെയാവുന്ന സമയത്ത് ഇത് എന്താണ്, 3 λ/2 ആണ്. ഓക്കെ, ദെൻ ഇനി ഇതിന്റെ മോഡിന്റെ ഫ്രീക്വൻസീസ് നോക്കുക. ഫസ്റ്റ് മോഡിന്റെ കേസിൽ നോക്ക്, L = എന്താ കിട്ടിയത്, λ/2 എന്നാണ്. സോ λ1/2 എന്ന് എടുക്കാം. അങ്ങനെയാവുന്ന സമയത്ത് λ1 = എന്താണ്, 2L എന്ന് കിട്ടി. ഓക്കെ, സോ ν1 = v/λ1, ദാറ്റ് ഈസ് ഈക്വൽ ടു v/2L. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാർമോണിക്. അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക്കിന് എപ്പോഴും ഇതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയും കേട്ടോ. ഇതിന്റെ കേസിലായാലും ക്ലോസ്ഡ് പൈപ്പിന്റെ കേസിലായാലും എന്താണ്, സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ കേസിലായാലും ഒക്കെ ഫസ്റ്റ് ഹാർമോണിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഓക്കെ, സോ ഇത് ഫസ്റ്റ് ഹാർമോണിക് ആയി. ഇനി എന്താണ് സെക്കൻഡ് മോഡ്.
സെക്കൻഡ് മോഡ് എൽ ഇസ് ഈക്വൽ ടു നോക്കിക്കേ ലാംഡയാണ് കിട്ടിയത്. എൽ ഇസ് ഈക്വൽ ടു ലാംഡ, ലാംഡ 2 എന്നുള്ള രീതിയിൽ എഴുതാം. ലാംഡ 2 ഇസ് ഈക്വൽ എൽ എന്ന് കിട്ടി. സോ ന്യൂ 2 ഇസ് ഈക്വൽ ടു v by lambda 2 that's equal to v by l എന്ന് കിട്ടും. v by l ന് ഒരു ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 കൊടുത്തു കഴിഞ്ഞാൽ v by 2l ഇൻറ്റു 2 എന്ന് കിട്ടി. v by 2l എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഹാർമോണിക് ആണ്. സോ ന്യൂ 2 ഇസ് ഈക്വൽ ടു എന്താണ്? 2 ടൈംസ് ഓഫ് ഫസ്റ്റ് ഹാർമോണിക്. നോക്ക്, ഫസ്റ്റ് ഹാർമോണിക്കിന്റെ 2 ടൈംസ് എന്ന് പറയുമ്പോൾ ഇത് എത്രാമത്തെ ഹാർമോണിക് ആയിരിക്കും? ദിസ് ഇസ് സെക്കൻഡ് ഹാർമോണിക്. ഓക്കെ. ദെൻ ഇതിന്റെ തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ, തേർഡ് മോഡ് നമുക്ക് എളുപ്പം ചെയ്യാം. എന്താണ്? എൽ ഇസ് ഈക്വൽ ടു 3 ലാംഡ ബൈ 2. സോ എൽ ഇസ് ഈക്വൽ ടു എന്താണ്? 3 ലാംഡ 3 ബൈ 2. ഓക്കെ. സോ ലാംഡ 3 ഇസ് ഈക്വൽ ടു 2l ബൈ 3 എന്ന് വരും. ഓക്കെ. അങ്ങനെയാവുന്ന സമയത്ത് ന്യൂ 3 ഇസ് ഈക്വൽ ടു v ബൈ ലാംഡ 3 ദാറ്റ്സ് ഈക്വൽ ടു v ബൈ 2l ബൈ 3 എന്ന് വരും. ആ 3 നേരെ മുകളിലെത്തും. 3 ഇൻറ്റു v ബൈ 2l എന്ന് കിട്ടി. ഓക്കെ. ദാറ്റ് ഈസ് ന്യൂ 3 എന്ന് പറയുന്നത് എന്താണ്? 3 ടൈംസ് ഓഫ് ന്യൂ 1 ആണ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസിന്റെ ഫസ്റ്റ് ഹാർമോണിക്കിന്റെ 3 ടൈംസ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ എത്രാമത്തെ ഹാർമോണിക് എന്ന് വിളിക്കും? തേർഡ് ഹാർമോണിക് എന്ന് വിളിക്കും. തേർഡ് ഹാർമോണിക്. ഓക്കെ. സോ ന്യൂ 1 ഈസ് ടു ന്യൂ 2 ഈസ് ടു ന്യൂ 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ഈസ് ടു 2:3 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നോക്കിയാൽ നിങ്ങളിവിടെ ഓപ്പൺ പൈപ്പിന്റെ കേസിൽ നമുക്ക് എല്ലാ ഹാർമോണിക്കും, ഓടായിക്കോട്ടെ ഈവൻ ആയിക്കോട്ടെ, എല്ലാ ഹാർമോണിക്കും കിട്ടുന്നുണ്ട് ഓപ്പൺ പൈപ്പിന്റെ കേസിൽ. ഓക്കെ. പക്ഷേ ക്ലോസ്ഡ് പൈപ്പിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഓഡ് ഹാർമോണിക്സ് 1:3 5:7 അങ്ങനെ പോവുള്ളൂ. ഓക്കെ. അത് അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ഇതാണ്: നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ ഓപ്പൺ പൈപ്പ് എടുക്കുന്നതാണോ ക്ലോസ്ഡ് പൈപ്പ് എടുക്കുന്നതാണോ നല്ലത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളിത് വെച്ച് ആൻസർ ചെയ്യാം? എന്താണ്? ഓപ്പൺ പൈപ്പാണ് എപ്പോഴും പ്രിഫറബിൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കുന്ന സമയത്ത്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഓപ്പൺ പൈപ്പിൽ എല്ലാ ഹാർമോണിക്സും ഉണ്ടാവും. ഈ ഓരോ ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ ഓരോരോ ഫ്രീക്വൻസിയാണ്, ഓരോരോ സൗണ്ടാണ്. ഓക്കെ. സോ എല്ലാ ഹാർമോണിക്കും അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള കുറേ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. നേരെ മറിച്ചിട്ട് ക്ലോസ്ഡ് പൈപ്പിൽ എന്താണ്? ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ എല്ലാ സൗണ്ട് ഉണ്ടാക്കുന്നതിൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ. സോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഏതാണ്? ഓപ്പൺ പൈപ്പാണ് എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഇതിന്റെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ബീറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്തായിരുന്നു മക്കളെ? ബീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഡിഫറൻസ് 10 ഹെർട്സിൽ താഴെയുള്ള രണ്ട് കാര്യങ്ങൾ. ഓക്കെ. സോ ഫ്രീക്വൻസി ഡിഫറൻസ് എത്രയായിരിക്കണം? 10 ഹെർട്സിൽ താഴെ ആയിരിക്കണം എന്ന് ഉള്ള രണ്ട് ഇൻസ്ട്രുമെന്റ്സ് ഒരേ സമയം നമ്മൾ സൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരേ സമയം വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ രണ്ടിന്റെ വൈബ്രേഷൻ കൂടി ചേർന്നിട്ട് ആ വൈബ്രേഷനിൽ സൗണ്ട് ആണെങ്കിൽ ആ രണ്ട് സൗണ്ടിലും എന്താണ്? രണ്ടും കൂടി ചേർന്നിട്ട് എന്താണ്? ഒരു അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ എന്നുള്ളൊരു സൗണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും? കേൾക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബീറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ two tuning forks of frequency 252 Hz and 256 Hz are vibrating simultaneously producing beats. Okay. How many beats are heard producing in 1 second? Okay. ബീറ്റ് ഫ്രീക്വൻസി, നമ്മൾ കേൾക്കുന്ന ബീറ്റുകളുടെ എണ്ണം പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ബീറ്റ് ഫ്രീക്വൻസി കാണണമെങ്കിൽ ഇക്വേഷൻ എന്താണ്? ആ രണ്ട് ഫ്രീക്വൻസി ഒന്ന് അങ്ങോട്ട് എന്താക്കിയാൽ മതി? കുറച്ചാൽ മതി. ഓക്കെ. വലുതും ചേർത്ത് അങ്ങോട്ട് കുറയ്ക്കുക. 256 ഹെഡ്സ് മൈനസ് 252 ഹെഡ്സ്. സോ വി ഗോട്ട് 4 ഹെഡ്സ് ആണ് ഇതിന്റെ ബീറ്റ് ഫ്രീക്വൻസി ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരുമിച്ച് സൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡിൽ 4 ബീറ്റുകൾ നമുക്ക് കേൾക്കും. ഓക്കെ. സോ 4 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി 4 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ബീറ്റ്സ് പെർ സെക്കൻഡ് എന്നുള്ളതാണ്. ഇവിടെ കൃത്യം ശ്രദ്ധിക്കേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഡിഫറൻസ് 10 ഹെഡ്സിന്റെ മോളായി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല? ഇത് കേൾക്കാൻ പറ്റില്ല, ബീറ്റുകൾ കേൾക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ. സോ ഈ ഒരു സെഷനോട് കൂടി എന്താണ്? ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പം എന്താണ്? എല്ലാ കാര്യങ്ങളും ഈ ചാപ്റ്ററിൽ നമ്മൾ ചോദിക്കുന്ന 95% മോളുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താക്കിയിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.